ഹായ് ഓൾ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് വൗച്ചേഴ്സ് ആണ്. എന്താണ് വൗച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളൊരു ബിസിനസ്സിൽ നമ്മൾ എത്രത്തോളം സാധനങ്ങൾ വിൽക്കുന്നു, അതേപോലെ തന്നെ നമുക്ക് എത്രത്തോളം സാധനങ്ങൾ എത്രത്തോളം പൈസ നമുക്ക് കിട്ടുന്നു എന്നുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് വൗച്ചേഴ്സിലാണ്. അപ്പം ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എത്രത്തോളം സാധനങ്ങൾ നമ്മൾ വിൽക്കുന്നു, അതേപോലെ തന്നെ എത്രത്തോളം പൈസ നമുക്ക് വിൽക്കുമ്പോൾ കിട്ടുന്നു, എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നത് ഈ ഒരു വൗച്ചേഴ്സിലായിരിക്കും. രണ്ട് തരത്തിലുള്ള വൗച്ചേഴ്സ് ആണ് ഉള്ളത്. ഒന്നാമത് ട്രാൻസാക്ഷൻ വൗച്ചേഴ്സ്. ഈ ട്രാൻസാക്ഷൻ വൗച്ചേഴ്സിൽ എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസാക്ഷനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ഒരു ഡെബിറ്റും വരും, ഒരു ക്രെഡിറ്റും വരും. അങ്ങനെയുള്ള വൗച്ചേഴ്സ് ആണ് ട്രാൻസാക്ഷൻ വൗച്ചേഴ്സ്. എന്ന് വെച്ചാൽ ഒരു ട്രാൻസാക്ഷൻസിനകത്ത് ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും വരുന്ന വൗച്ചേഴ്സ് ആണ് ഇതെന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ വൗച്ചേഴ്സ് ആണ് കമ്പോണ്ടന്റ് വൗച്ചേഴ്സ്. എന്ന് വെച്ചാൽ ഒന്നിലധികം ഡെബിറ്റും ഒന്നിലധികം ക്രെഡിറ്റും വരുന്ന വൗച്ചേഴ്സ് ആണ് കമ്പോണ്ടന്റ് വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. അതില് കമ്പോണ്ടന്റ് വൗച്ചേഴ്സിനെ രണ്ടായി നമുക്ക് തരംതിരിക്കാം. ഒന്ന് ഡെബിറ്റ് വൗച്ചർ. ഡെബിറ്റ് വൗച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? അതിനകത്ത് കൂടുതൽ അധികം എന്ത് വരുന്നുണ്ട്? ഡെബിറ്റ് വരുന്നുണ്ട്. രണ്ടാമതെന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് വൗച്ചർ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ അധികം ക്രെഡിറ്റ് വരുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ക്രെഡിറ്റ് വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് മെയിൻലി വൗച്ചേഴ്സ് എന്ന് പറയുന്നത്.